തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാൻ വേണ്ടി, സീറ്റ് കിട്ടിയാൽ ചിഹ്നം കിട്ടാൻ വേണ്ടി പാർട്ടി പറയുന്ന എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് നൽകുകയും എന്ത് പണി പറഞ്ഞാലും അനുസരിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരാണ് ഒട്ടുമിക്കവാറുമുള്ളത്. എന്നാൽ അതൊരു പാർട്ടി കീഴ്വഴക്കം എന്ന് കരുതാം. എന്നാൽ ജയിച്ചു കഴിഞ്ഞാൽ കൂറുമാറി പണത്തിൻ്റെയും പദവിയുടെയും പിന്നാലെ പോവുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്ക് അവർ അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചില്ല എങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് അത് വലിയ ഭീഷണിയാണ്. BJP പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ജനാധിപത്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള കുതിരക്കച്ചവടവും ജനാധിപത്യ ധ്വംസനവും വലിയ ആപത്തിലേക്കാണ് രാജ്യത്തെ നയിക്കുന്നത്. അവർ ഭരണത്തിലിരിക്കുന്നിടത്തോളം കാലം അതിന് കുറവുണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഒറ്റ വഴി കോടതി ഇടപെടൽ ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ്. അതാണിപ്പോൾ ബംഗാളിൻ്റെ കാര്യത്തിൽ കണ്ടുവരുന്നത്. അതായത് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ 20 വിമത തൃണമൂൽ കോൺഗ്രസ് MP-മാർക്ക് സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം ലോക്സഭാ സെക്രട്ടേറിയറ്റ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ശക്തി കുറയുമ്പോൾ BJPയുടെ ആനുകൂല്യം വാങ്ങി തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ വഞ്ചിച്ചു പോയ MP-മാരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കാൻ സാധ്യതയേറുകയാണ്. അങ്ങനെയൊരു ആവശ്യമുന്നയിച്ചുകൊണ്ട് തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി നൽകിയ പരാതിയിൽ 7 ദിവസത്തിനകം മറുപടി സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം BJPയുടെ ഏറ്റവും വലിയ ശത്രുവാണ് മമതാ ബാനർജിയും അവരുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസും. ആ BJP വിരുദ്ധത കൊണ്ട് തന്നെയാണ് വളർന്നു വന്ന് 3 തവണ ബംഗാളിൻ്റെ ഭരണം മമത പിടിച്ചെടുത്തത്. ആ ബാനറിൽ മത്സരിച്ച് ജയിച്ച് അതിനിടയിൽ നിയമസഭയിൽ മമതയ്ക്ക് ക്ഷീണം സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ BJP പാളയത്തിൽ പോയവർ ഒരു തട്ടിക്കൂട്ടി പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു. അതിന് നാഷണൽ സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് അവർ പേരിട്ടത്. ആ NCPI എന്ന പാർട്ടിയിൽ ചേർന്ന 20 MP-മാർക്കെതിരെയാണ് ഇനി പണി വരാൻ പോകുന്നത്. അതായത് 1985-ലെ ലോകസഭാംഗങ്ങളുടെ കൂറുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അയോഗ്യതാ ചട്ടങ്ങളിലെ റൂൾ 6 പ്രകാരമാണ് അഭിഷേക് ബാനർജി ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതിലാണ് ഇനി പണി വാങ്ങാൻ പോകുന്നത് 20 പേർ. ആദ്യം ലോകസഭയും ഈ കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചെങ്കിലും സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടൽ അവരെ ഭയപ്പെടുത്തി. വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് കത്ത് നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെ രാജ്യത്തെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന ഗൗരവമേറിയ ഈ വിഷയം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, അതുപോലെ ജസ്റ്റിസ് ജോയ് മാല്യ ബാഗ്ചി, ജസ്റ്റിസ് V മോഹന എന്നിവരടങ്ങിയ ബെഞ്ച് തന്നെയാണ് പരിഗണിക്കുന്നത്. നല്ല പ്രാധാന്യത്തോടെ ഇത് കാണുകയും ജനാധിപത്യത്തെ കച്ചവടമാക്കുന്നവരെ തൂക്കിയെടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് വിഷയത്തിൽ വിമത MP-മാർക്കെതിരെ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിമതരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൂൺ 18-ാം തീയതിയാണ് അഭിഷേക് ബാനർജി ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയത്. അയോഗ്യതാ നടപടികൾ തീരുമാനിക്കുന്നതിലുണ്ടായ കാലതാമസം ചോദ്യം ചെയ്തുകൊണ്ടാണ് അഭിഷേക് ബാനർജി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് സുപ്രീം കോടതി അപ്പോൾ തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. തൃണമൂൽ ചിഹ്നത്തിൽ വിജയിച്ച 20 പേർ പിന്നീട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി അതിന് മറ്റൊരു ചിഹ്നമൊക്കെ ആവശ്യപ്പെടുന്നത് വലിയ തെറ്റാണ്. അവർ ഈ രാജ്യത്തെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ മത്സരിച്ച് ചിഹ്നത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനവർ രാജി സമർപ്പിക്കാതെ മറ്റൊരു പാർട്ടി ഉണ്ടാക്കുന്നത് ജനാധിപത്യ മര്യാദയല്ല. അതിൻ്റെ നിയമങ്ങളിലേക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി കടക്കുന്നത്. ലോകസഭയിൽ പ്രത്യേക ഗ്രൂപ്പായി അംഗീകരിക്കണമെന്ന് വിമത വിഭാഗം ആവശ്യപ്പെടുകയും ഇക്കഴിഞ്ഞ ഈ മോൺസൂൺ സമ്മേളനത്തിൽ ഇവർക്ക് സഭയിൽ പ്രത്യേക സീറ്റുകൾ അനുവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിനെ പൊളിച്ചടക്കാൻ BJP ഉണ്ടാക്കിയ പുതിയ പാർട്ടിയും അതിലെ പണം കണ്ടാൽ കണ്ണുമഞ്ഞളിക്കുന്ന കുറച്ച് MP-മാരും ചേർന്ന് ജനാധിപത്യത്തെ ഇല്ലാതാക്കാനൊക്കെ നോക്കി. അത് പാർലമെൻറ്റിൽ BJP ഭരിക്കുന്നത് കൊണ്ടും അവർക്കെല്ലാം സാധിക്കുന്നത് കൊണ്ടും പ്രത്യേക ബ്ലോക്കായി ഒക്കെ അവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ നിയമങ്ങളിലേക്ക് കടക്കുമ്പോൾ തക്ക സമയത്താണ് ഇപ്പോൾ സുപ്രീം കോടതി രംഗത്ത് വന്നിരിക്കുന്നത്. 7 ദിവസം കൊണ്ട് മറുപടി നൽകാൻ അവരുടെ കയ്യിലുള്ള ന്യായങ്ങൾ ജനാധിപത്യം തകർക്കാനുള്ളതാണെന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ പോവുകയാണ്.
അത് സുപ്രീം കോടതിക്കും ബോധ്യപ്പെട്ടാൽ 20 MP മാർ അയോഗ്യരാകും എന്നുറപ്പാണ്.